ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈൻക്രാഫ്റ്റ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനിപ്പിച്ചതിൻ്റെ ബാക്കി നമ്മൾ വീഡ് സീഡ്സ് കളക്ട് ചെയ്തിരുന്നു. പിന്നെ ഈ എപ്പിസോഡിൽ നമ്മൾ പാലുണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഇനി നമ്മൾ അടുത്ത എപ്പിസോഡിൽ പറ്റുന്ന ഒരു അയൺ ആർമറുള്ള പിക്കാറ്റും ഷീൽഡും ബക്കറ്റും ഉണ്ടാക്കും. ഇതിലായി കാരണം പേടിക്കേണ്ട ചത്താൽ നമ്മുടെ ഇൻവെർട്ടറി പോവില്ല, എൻ്റെ കൂടെ തന്നെ ഇരിക്കും. ഇൻവെർട്ടറി എന്നുവെച്ചാൽ ഞാൻ ചത്താലും എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും. അത് ഓണാക്കിയിട്ട് കാരണം ഞാൻ നൂബായി കാരണം അന്നാൾ പോയില്ലേ അടിച്ച് സാധനങ്ങളൊക്കെ ആൾക്കുഴി വീണിട്ട് അതുപോലെ സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അത് ഓണാക്കിയിട്ടത്. ഒരു ആറമറൊക്കെ സെറ്റാകുമ്പോൾ ഞാനത് ഓണാക്കിയിട്ടാ. ഇനി ചത്തിട്ട് അതും പോയാൽ പിന്നെ തീർന്നില്ലേ. അതുകൊണ്ട് ഇത് ഹോൾ ചെയ്യാം. എനിക്ക് കുറച്ച് പ്ലാൻ ചെയ്യാം. സീഡ്സ് കുറച്ച് സെറ്റാക്കാം. പിന്നെ പാല് ഞാനില്ലേ ഒരു ഐസിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ തിരിഞ്ഞിട്ട് വേറെ വലിയ ഐസിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഞാൻ പാലത്തിൽ നിന്ന് വള്ളത്തിൻ്റെ മുഴുവൻ മെഗാ ബേസ് ഞാൻ ബിൽഡ് ചെയ്യാം. അങ്ങനെ അതാണ് മെഗാ ബേസ് ബിൽഡ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഭയങ്കര വലിയ ബേസായിരിക്കും. എൻ്റെ രീതിയിൽ ഭയങ്കര വലിയ ബേസാണ്. പക്ഷെ അത് ഭയങ്കര വലിയ ബേസാണോ എന്ന് വെച്ചാൽ ശരിക്കും അല്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ പറ്റുന്ന രീതിയിൽ ഞാൻ ഒരു മെഗാ ബേസ് പണിയും. ഞാൻ വേറെ വേൾഡ് തുടങ്ങും. പക്ഷേ ഫസ്റ്റ് ഇത് എൻഡർ ഡ്രാഗനെ ബീറ്റ് ചെയ്തിട്ട് ഇലക്ട്രിക് എടുത്ത് പിന്നെ കുറേ ഫാമുകളൊക്കെ ബിൽഡ് ചെയ്ത് അങ്ങനെ പിന്നെ അടുത്ത എപ്പിസോഡിൽ എന്ത് ചെയ്യണമെന്ന് ഇപ്പോഴും ഡൗട്ടാണ്. ആറമ്പര ചെയ്യണോ, എന്നിട്ട് ഹൗസിൻ്റെ ബിൽഡ് ചെയ്യണോ, അത് വില്ലേജ് കണ്ടുപിടിക്കണോ, അത് ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. എനിക്ക് തന്നെ വില്ലേജ് കണ്ടുപിടിക്കണമെന്ന് ഹൗസിനെ ബിൽഡ് ചെയ്യാം. ആണ് നല്ലത്. ഹൗസ് ബിൽഡ് ചെയ്യാം നമുക്ക്. ഹൗസ് ബിൽഡ് ചെയ്തിട്ട് അടുത്ത എപ്പിസോഡിൽ ഹൗസും പിന്നെ അയണും കണ്ടുപിടിക്കാം. കുറച്ചധികം ലോങ് അല്ല, അത് എല്ലാം സെറ്റാക്കാം. അപ്പോൾ ഇതിപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഇത് വർക്കാവുമെന്ന് എനിക്ക് തോന്നില്ല. എന്ത് ചെയ്യൂ എനിക്കറിയില്ല ഇപ്പം എന്താ ചെയ്യേണ്ടത്. അടിയിൽ കൂടെ പോയിട്ട് ഡേർട്ട് ഇങ്ങനെ വെച്ചേക്കാം. അല്ല നമുക്ക് ബേസിൻ്റെ അവിടേക്ക് പോയിട്ട് ഒന്നുകൂടെ ട്രൈ ചെയ്യാം. വെള്ളത്തിൽ വീടിനൊക്കെ മെയിൻ കാര്യം മോബ്സ് അധികം വരില്ല. ചില സോംബീസൊക്കെ ഡോറ് തുറക്കും. പിന്നെ ക്രീപ്പർ എക്സ്പ്ലോഡ് ആയാൽ തീരും. കുറച്ചും കൂടെ ഡെവറച്ചെടുത്തിട്ട് എനിക്ക് തോന്നുന്നു അടിയിൽ ഇങ്ങനെ വെക്കുക, ഇത് നല്ലത്. അയ്യോ ഗൈസ്, ഞാൻ ഡേർട്ട് വെക്കട്ടെന്ന് കടിയിലും കൂടെ ബിൽഡ് ചെയ്യാം. ഡേർട്ട് വെച്ചിട്ട് എന്നിട്ട് ശരിയില്ലെങ്കിൽ ഞാൻ ഒരു പ്ലാൻ ഉണ്ട്, അത് എനിക്ക് കാണിച്ചു തരാം. എങ്ങനെ പറഞ്ഞാൽ എനിക്കറിയില്ല. ഇതൊന്നും കൂടെ ട്രൈ ചെയ്യട്ടെ ഞാൻ. അപ്പോൾ ഇത് തോർത്തിക്ക് ബിൽഡ് ചെയ്യാനിപ്പോൾ പിന്നെ നമുക്ക് അയൺ മൈനിങ്ങിലും പോകണമെന്ന് എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. കാരണം നമ്മൾ ബേസൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു വില്ലേജ് കണ്ടുപിടിച്ചിട്ട് അതിന് ശേഷം നമ്മൾ ഒരു വില്ലേജിൽ നിന്ന് കൊണ്ടുവന്ന് അയൺ ഫാം ഉണ്ടാക്കിയാൽ അയൺ പെട്ടെന്ന് കിട്ടും. പിന്നെ നമുക്ക് ട്രേഡിങ് ഹാൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ബ്രീഡിങ് ഫസ്റ്റ് ചെയ്യണം. അതെ, വില്ലേജർ ബ്രീഡിങ്.
അതിപ്പോൾ എങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് കുറേ പ്ലാനുകളൊക്കെ ഉണ്ട്, പക്ഷെ ബെഡ് റോക്ക് എഡിഷൻ ആയിരുന്നേ എനിക്ക് ബെഡ് റോക്ക് എഡിഷനിൽ അങ്ങനെ അധികം അറിയില്ല. ഞാൻ ജാവയ്ക്കാണ് കാണാറുള്ളത്. എന്തായാലും യൂട്യൂബ് നോക്കിയിട്ട് ഏതെങ്കിലും നല്ല ഫാം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണത് എനിക്ക് പറ്റണ രീതിയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് ചെയ്യാം. എന്നാണ്ടിപ്പോൾ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞ പോലെ തന്നെ അടിയിൽ ഇങ്ങനെ വെച്ചൊക്കെ ബ്ലോക്ക് വെച്ചിട്ട് എക്സാമ്പിൾ 2 ബ്ലോക്കിന് വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കുക. ആ അത് സൈഡിൽ വരുന്ന വെള്ളങ്ങളൊന്നും പുറത്തുനിന്ന് വരെ വെള്ളങ്ങളൊന്നും കൂടിയിട്ട് എങ്ങനെ പറഞ്ഞറിയുന്നത്, അങ്ങനെ നിൽക്കുമ്പോൾ ഒരു വെള്ളം ഇങ്ങനെ പൊന്തി വന്നിട്ട് ഇവിടെ കയറുന്ന വറക്കാൻ തോന്നില്ല. കാര്യം ചെയ്യാം ആലോചിക്കട്ടെ. ഇവിടെ ഫുള്ള് ഡയറക്റ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇവിടെ പൊട്ടിച്ചിട്ട് ഇവിടെ എങ്ങനെ വെച്ചാലോ അണ്ട് എത്തുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് മുകളിലും കൂടി ഇങ്ങനെ ഹോൾ ചെയ്തിട്ട് ഇങ്ങനെ വെക്കടേ. ടാപ്പ് ടു ഓപ്പൺ ചാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സിംഗിൾ പ്ലെയർ ആണ്, അതിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മൾ പാലം ബിൽഡ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം, അല്ലെങ്കിൽ ഇത്തിരി നിങ്ങളെ കാണിക്കാം. അതിന് ശേഷം ഞാൻ സെറ്റാക്കാം. കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കട്ടെ അതിൻ്റെ ആവശ്യമുള്ളത്. അപ്പോൾ ഈ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ബിൽഡ് ചെയ്യാം. എനിക്ക് അടിയിലും ഇവിടെ ഉണ്ടോ കണ്ട് നല്ല ബ്ലോക്ക് വെക്കാന്നതായിരിക്കും നിങ്ങൾ കരുതും, പക്ഷേ ഒരു രീതി എത്തുമ്പോൾ നമുക്ക് സിമ്പിളായിരിക്കും. എന്ന് വെച്ചാൽ ഈ സൈഡിലൊക്കെ ഉണ്ട് ബ്ലോക്കുകൾ, സ്റ്റോണൊക്കെ പൊന്തിക്കില്ലേ, അവിടെയൊക്കെയാണ് സ്ലാബ് വെച്ച് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അടിയിൽ വെക്കേണ്ട ആവശ്യം വരില്ല. അതുകൊണ്ട് ഇപ്പം നമുക്ക് 2 ബ്ലോക്ക് വെച്ച് വെക്കേണ്ടി വരെങ്കിലും, പക്ഷെ നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ വളരെ സിമ്പിളായിരിക്കും. ഞാൻ എങ്ങനെ വെക്കുമെന്ന് കണ്ടിരിക്കട്ടെ. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ന്യൂ ബോക്സ്. ഓക്കെ അപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്തു, പഡേന്ന് പറഞ്ഞിട്ട് നമ്മൾ ബിൽഡ് ചെയ്തു. അതൊക്കെ അത്ര ഉള്ളു കണ്ടാ, ഒറ്റയടിക്ക് ബിൽഡ് ചെയ്തു. ഇതൊക്കെ ചെയ്യാം. പിന്നെ നമ്മളതിൽ വുഡില്ലേ, അത് തികഞ്ഞില്ല. ഞാൻ വീണ്ടും വുഡ് എടുക്കാൻ പോയി. ഇനി ഇത്തിരി കൂടെ ഉള്ളത് നമുക്ക് ഇപ്പം തന്നെ വയ്ക്കാം. പിന്നെ നമ്മുടെ വീഡിയോ കുഞ്ഞായിരിക്കും, നാളത്തെ വീഡിയോ കുഞ്ഞായിരിക്കെങ്കിലും കുറേ കാര്യങ്ങൾ ചെയ്യാം. ഇനി ഇത്രേ ഉള്ളൂ, ഇത്ര മതി. ബാക്കിയൊക്കെ നാളെ വിചാരിക്കും. അത് കുറേ സമയം എടുത്തു, കാരണം വുഡ് പകുതി എത്തിയപ്പോഴേക്കും തീർന്നു. അപ്പോൾ ഡോറൊക്കെ അടച്ച് ബൈ ഗായ്സ്.